ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലോബ്സ്റ്റർ മസാലയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മസാലയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലോബ്സ്റ്ററും കുറച്ച് വലിയ പ്രോൺസും എടുത്തിട്ടുണ്ട്. ഈ ലോബ്സ്റ്ററിനെ നടുവിലെ അഴുക്കെല്ലാം കളഞ്ഞ് തലയിലുള്ള അഴുക്കും എല്ലാം കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ലോബ്സ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് 2 സവാള സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അഞ്ച് പച്ചമുളക് കീറിയത് ഇതിലിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് മുളക് എടുത്തിട്ടുണ്ട്. തൊണ്ടൻ മുളക് 2 എണ്ണവും സാദാ മുളക് 3 എണ്ണവും എടുത്തിട്ടുണ്ട്. ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തതൊഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിവിടെ 4 ടൊമാറ്റോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്കിനി ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ലോബ്സ്റ്ററും പ്രോൺസും ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതെല്ലാം ഇട്ട ശേഷം ഇതുപോലെ ഇതൊന്ന് മസാലയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് പാത്രം മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. പ്രോൺസും ലോബ്സ്റ്ററും ഒന്നും ഒരുപാട് സമയമിട്ട് വേവിക്കാൻ പാടില്ല. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ രുചികരവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ലോബ്സ്റ്റർ മസാല ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.